This is most unplanned video. യൂഷ്വലി നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഇത്ര കാര്യങ്ങളൊക്കെ പറയാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാറുള്ളത്. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ക്ലയന്റിന്റെ ഒരു കോൾ വന്നു. ഒരു വർക്കിന്റെ കാര്യം നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ഐ തോട്ട് ദിസ് നീഡ് ടു ബി ഷെയർഡ്. സോ ദിസ് ഇസ് സ്ട്രേറ്റ് ഫ്രം മൈ ഹാർട്ട്. ഞാൻ മാക്സിമം ചുരുക്കി പറയാൻ ശ്രമിക്കാം. പ്ലീസ് സ്റ്റേ ടിൽ ദി എൻഡ് ആൻഡ് forgive my flaws. So, welcome to today's video. എനിക്ക് ഈ പ്രൊഫഷനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം, ഈച്ച് ഡേ ഓരോ ക്ലയന്റ് എക്സ്പീരിയൻസസും ഡിഫറെന്റ് ആണ്, അവരുടെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷനും കസ്റ്റം മെയ്ഡ് ആണ്, ഇന്നലത്തെ പോലെയല്ല ഇന്ന്. സോ എല്ലാത്തിനും ഒരു പുതുമയാണുള്ളത്. സോ ദാറ്റ് എക്സൈറ്റ്സ് മീ. സോ ഇന്ന് നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് ക്ലയന്റ് വിളിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ വീടും ഓഫീസും എല്ലാം നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. വിച്ച് മീൻസ് ഓൾമോസ്റ്റ് അത് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്പേസ് ആണ്. എല്ലാം നമുക്ക് എപ്പോഴും 100% പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഇവരുടെ എല്ലാം നന്നായിട്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുക. ആൻഡ് ദേ ആർ ഗോയിങ് ടു പർച്ചേസ് എ ന്യൂ സ്പേസ് ആൻഡ് ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ഡിസിഷൻ. സോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തൊരു ഫ്ലാറ്റ് ആണ്. അപ്പൊ A to H വരെയുള്ള ഒരു ഓപ്ഷൻസും ഈ ഫ്ലോർ പ്ലാൻസും ഒക്കെ എനിക്ക് അയച്ചു തന്നു. സോ ഞാൻ നോക്കുമ്പോൾ ഈ സ്പേസ് കുറച്ച് ടിൽറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ എക്സിസ്റ്റിംഗ് ഇപ്പോൾ ഉള്ള സ്പേസ് ഒന്നും ടിൽറ്റഡ് അല്ല. ദാറ്റ് ഇസ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, ഇതൊരു പെട്ടെന്നുള്ളൊരു ആവശ്യമല്ല. നമുക്കൊരു കുറെ വർഷങ്ങൾക്ക് ശേഷം പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് താമസിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. സോ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ സമയമുണ്ടല്ലോ, ഇപ്പൊ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പേസിലേക്ക് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം അവരോട് പറയുമ്പോൾ ദേ വർ കംപ്ലീറ്റ്ലി കംഫർട്ടബിൾ. അതിനുള്ള കാര്യം, ഒന്ന്, അവർക്ക് ഇതിന്റെ ഒരു ഇമ്പാക്റ്റിനെ പറ്റി നല്ല ധാരണയുണ്ട്. രണ്ട്, ഇതൊരു ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് അല്ല. നമ്മൾ നല്ല ബിൽഡറുടെ ആയതുകൊണ്ട്, ലൊക്കേഷനൊക്കെ പ്രിഫറബിൾ ആയതുകൊണ്ട് ഒന്ന് ചോദിച്ചത്, അത്യാവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാം, ഇങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോ ബിൽഡർ തുടർച്ചയായിട്ട് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ടിൽറ്റിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് നമുക്കിപ്പോ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോ ബിൽഡർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കൺസൾട്ടന്റിന്റെ നമ്പർ ഒന്ന് തരുമോ, നമ്മുടെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവർ എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഞാനപ്പോ നമ്മുടെ ക്ലയന്റിനോട് പറഞ്ഞത്, നമുക്ക് ഈ സൈറ്റിൽ ഈ ടിൽറ്റിനുള്ള 100% സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. കാരണം അവരുടെ കൺസ്ട്രക്ഷൻ ഏത് സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് അറിയില്ല. കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്. ഇൻ കേസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. സോ അപ്പൊ ആ സ്പേസിൽ നിന്നുകൊണ്ട് അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൺസൾട്ട് ചെയ്തു തിരിച്ചു പോകുന്നു. ഈ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഞാനാണെങ്കിൽ ഈ ഫ്ലാറ്റ് തന്നെ വാങ്ങിക്കോളൂ എന്ന് പറയില്ല എന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഇവരുടെ ഓൾറെഡി പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന സ്പേസാ. ഇനി ഒരു സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു എനർജിനേക്കാളും ഒരു പടി താഴ്ന്ന് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മറ്റൊരു ക്ലയന്റ്, അവരുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്പേസ് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആണെന്ന് വിചാരിക്കുക. സൗത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റും ഒക്കെ ചാലഞ്ചിങ് ആണ്. അപ്പൊ അവർ പുതിയൊരു സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുക. കുറെ നാളായിട്ട് നോക്കുകയാണ്, പക്ഷെ ബെറ്റർ ആയിട്ടുള്ളൊന്നും കിട്ടുന്നില്ല. ഉള്ളതിൽ ഇപ്പൊ ബെറ്റർ വന്നിരിക്കുന്ന ഈ ഒരു സ്പേസാ. ചെറിയ ടിൽറ്റ് ഉണ്ടെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഓക്കെ ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവരോട് ഈ ഒരു സ്പേസ് എടുത്തോളൂ എന്ന് പറയും. സോ നമ്മൾ ഒരാൾക്ക് ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു നോ വാട്ട് ഈസ് ദെയർ കറന്റ് സിറ്റുവേഷൻ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ ഇടുമ്പോൾ മാപ്പ് ചോദിക്കും, വാട്ട് ഈസ് യുവർ കറന്റ് ലൊക്കേഷൻ, അല്ലെ? അപ്പോഴാണ് അവിടേക്ക് എത്താൻ എത്ര ദൂരം ഉണ്ടെന്നത് പറഞ്ഞു തരുള്ളൂ. ഫസ്റ്റ് ക്ലയന്റ് ഓൾറെഡി അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ ആയതുകൊണ്ട് തന്നെ ഈ സ്പേസ് അവർക്ക് കുറച്ച് ഡിപ്പ് ആകാനേ സാധ്യതയുള്ളൂ. അവരുടെ എക്സ്പീരിയൻസസ് അങ്ങനെയായിരിക്കും. സെക്കൻഡ് ക്ലയന്റ് ഓൾറെഡി ഒരു ചാലഞ്ചിങ് ഫേസിലായതുകൊണ്ട് അവർക്ക് ഒത്തിരി പോസിറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ വാസ്തു ഇസ് നോട്ട് അബൌട്ട് സെലക്ടിങ് 100% പെർഫെക്റ്റ് സ്പേസ്. അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു സ്പേസ് നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗ്രോത്ത് ഇസ് ഓൾവേസ് സ്റ്റേജ് ബൈ സ്റ്റേജ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ വാസ്തു എന്ന് പറയുന്നത് ഇന്നലത്തെക്കാളും നമ്മുടെ എക്സ്പീരിയൻസസിനെ ബെറ്റർ ആക്കാൻ സാധിക്കണം. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് ഒന്നാമത്തെ നിലയിലേക്ക് ചാടി കയറാൻ പറ്റില്ല, അല്ലെ? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ കയറുന്നെങ്കിൽ ഈ ഗ്രോത്തിന്റെ ഈ ഒരു ജേർണി നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. സോ വാസ്തു ഇസ് അബൌട്ട് ക്രിയേറ്റിംഗ് അബൻഡൻസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ റൈറ്റ് ആയിട്ട് നമ്മൾ ഈ സയൻസിനെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗുഡ്നെസ് ഒക്കെ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അമേസിംഗ് എക്സ്പീരിയൻസസ്. താങ്ക് യു.